പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെ. അങ്ങയും ആത്മാവോടും കൂടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഈ ബലിയിൽ നമുക്ക് ഭക്തിയോടെ പങ്കുചേരാം. നമ്മുടെ നിയോഗങ്ങളെല്ലാം ഒരിക്കൽ കൂടി നമുക്ക് സമർപ്പിക്കാം. ഈ വലിയ തീർത്ഥാടന കേന്ദ്രത്തിൽ നമ്മളായിരിക്കുമ്പോൾ അത് നമുക്ക് വലിയ അനുഗ്രഹമാണ്. ഒരു 90% കാര്യങ്ങൾ ഓക്കെയാണ്. കാരണം ഈ സ്ഥലത്തിൻ്റെ അഭിഷേകം. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മൾ കൊടുക്കണം. നമ്മുടെ വിശ്വാസം ഇന്നത്തെ സുവിശേഷത്തിലൊരു അത്ഭുതം ആണ്. അതിൽ അത്ഭുതം നടക്കാൻ കോൺട്രിബ്യൂട്ട് ചെയ്തവരുണ്ട്, അത്ഭുതം നടക്കാൻ കാരണമായവർ. നമുക്ക് ഇന്ന് ഈ പരിശുദ്ധ കുർബാന അഭിഷേകമുള്ളതായി മാറാൻ നമുക്ക് കാരണമാക്കാൻ സാധിക്കുമെങ്കിൽ നമ്മളും കൂടി ചേർന്നിട്ടാണ്, എൻ്റെ സാന്നിധ്യം എൻ്റെ പ്രാർത്ഥനയും കൂടി ചേരുമ്പോഴാണ് അനുഗ്രഹമാകുന്നത് എന്ന് വിചാരിച്ചാൽ, നമ്മൾ ഈ കുർബാനയ്ക്ക് മുൻപ് വരെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ആളുകൾ പലവിധ വ്യാപാരങ്ങളിലാണ്, സംസാരം. ഇപ്പം ഞാൻ ഒരു സ്ഥലത്ത് വന്നിരുന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ എൻ്റെ തൊട്ടുപുറകിലിരുന്ന് ആളുകൾ സംസാരമാണ്. ഒരച്ഛൻ വന്നിരുന്നാലെങ്കിലും സംസാരം. അപ്പോൾ നമ്മൾക്ക് എന്താണ് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? ഈ നിമിഷം വരെ നമ്മൾ ഈ പരിശുദ്ധ ബലിയർപ്പണം അനുഗ്രഹമാകാൻ നമ്മൾ എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്തു? കുമ്പസാരിച്ചൊക്കെ ഒരുങ്ങിയോ? ഇനി ഇതുവരെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ ഇപ്പോൾ മുതൽ കുർബാന തീരുന്നത് വരെ എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും? കർത്താവെ, ഞങ്ങളെ സഹായിക്കണമേ. ഭയഭക്തിയോടുകൂടെ, പല വിചാരമില്ലാതെ, ശ്രദ്ധയോടുകൂടെ ഈ ബലിയർപ്പണത്തിൽ പങ്കുചേരാൻ ഞങ്ങളെ സഹായിക്കണമേ. സഹോദരരേ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാ. സർവശക്തനായ ദൈവത്തോടും സഹോദരരേ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ.
കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, മരുഭൂമിയിൽ അത്ഭുതകരമായ ജീവിതശൈലിയിലൂടെ അങ്ങേ ശുശ്രൂഷിക്കുവാൻ ആശ്രമശ്രേഷ്ഠനായ വിശുദ്ധ അന്തോണിക്ക് ഇടവരുത്തിയല്ലോ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥത്താൽ ഞങ്ങളെ തന്നെ പരിത്യജിച്ച് എപ്പോഴും എല്ലാറ്റിനും ഉപരിയായി അങ്ങയെ സ്നേഹിക്കാൻ ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണമേ. അങ്ങയോടു കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് അദ്ധ്യായം 4, 1 മുതൽ 5 വരെ വാക്യങ്ങൾ. സഹോദരരെ, അവിടുന്ന് നൽകുന്ന വിശ്രമത്തിലേക്ക് നാം പ്രവേശിക്കുമെന്ന വാഗ്ദാനം നിലനിൽക്കുമ്പോൾ തന്നെ അതിൽ പ്രവേശിക്കുവാൻ കഴിയാത്തവരായി നിങ്ങളാരെങ്കിലും കാണപ്പെടുമോ എന്ന് നാം ഭയപ്പെടണം. അവർക്കെന്നതുപോലെ തന്നെയാണ് നമുക്കും സുവിശേഷം ലഭിച്ചത്. എന്നാൽ അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല, കാരണം അവർ അത് വിശ്വസിച്ചില്ല. എന്നാൽ വിശ്വസിച്ചവരായ നാം വിശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നു. ലോകത്തെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അവിടുത്തെ ജോലി പൂർത്തീകരിക്കപ്പെട്ടു. എങ്കിലും അവിടുന്ന് പറഞ്ഞിരിക്കുന്നു, എൻ്റെ ക്രോധത്തിൽ ഞാൻ ശപഥം ചെയ്തതുപോലെ അവരൊരിക്കലും എൻ്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുകയില്ല. 7-ാം ദിവസത്തെപ്പറ്റി ഒരിടത്ത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, തൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ശേഷം 7-ാം ദിവസം ദൈവം വിശ്രമിച്ചു. വീണ്ടും ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, അവർ ഒരിക്കലും എൻ്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുകയില്ല. അതുപോലെയുള്ള അനുസരണക്കേട് മൂലം അധപ്പതിക്കാതിരിക്കുന്നതിനും നമുക്കും ആ വിശ്രമത്തിലേക്ക് പ്രവേശിക്കാൻ ഉത്സുകരായിരിക്കാം. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. പ്രതിവചന സങ്കീർത്തനം. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വിസ്മരിക്കരുത്. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വിസ്മരിക്കരുത്. പുരാതന ചരിത്രത്തിലെ പൊരുൾ ഞാൻ വ്യക്തമാക്കാം. നാം അത് കേൾക്കുകയും അറിയുകയും ചെയ്തിട്ടുണ്ട്. പിതാക്കന്മാർ നമ്മോട് പറഞ്ഞിട്ടുമുണ്ട്. അവരുടെ മക്കളിൽ നിന്ന് നാം അത് മറച്ചു വയ്ക്കരുത്. കർത്താവ് പ്രവർത്തിച്ച മഹാത്മാവായ കാര്യങ്ങൾ, അവിടുത്തെ ശക്തിപ്രഭാവവും അത്ഭുതകൃത്യങ്ങളും വരും തലമുറയ്ക്ക് വിവരിച്ചു കൊടുക്കണം. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വിസ്മരിക്കരുത്. അവർ ദൈവത്തിൽ ആശ്രയിക്കുകയും അവിടുത്തെ പ്രവൃത്തികളെ വിസ്മരിക്കാതെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യും. അവർ തങ്ങളുടെ പിതാക്കന്മാരെ പോലെ ദുർശാഠ്യരും മത്സരബുദ്ധികളും അചഞ്ചല ഹൃദയരും ദൈവത്തോട് അവിശ്വസ്തരും ആകരുത്. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വിസ്മരിക്കരുത്. വരാനിരിക്കുന്ന തലമുറ, ഇനിയും ജനിച്ചിട്ടില്ലാത്ത മക്കൾ അവ അറിയുകയും തങ്ങളുടെ മക്കൾക്ക് അവ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ
വിസ്മരിക്കരുത്. വിസ്മയിക്കരുത്. ഹല്ലേലൂയ. 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 ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ ഉദയം ചെയ്തിരിക്കുന്നു. ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. 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 കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങയും ആത്മാവോടും കൂടി. മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് യേശു കഫർനാമിൽ തിരിച്ചെത്തിയപ്പോൾ അവൻ വീട്ടിലുണ്ട് എന്ന വാർത്ത പ്രചരിച്ചു. വാതിക്കൽ പോലും നിൽക്കാൻ സ്ഥലം തികയാത്ത വിധം നിരവധി ആളുകൾ അവിടെ കൂടി. അവൻ അവരോട് പറഞ്ഞു, അവൻ അവരോട് വചനം പ്രസംഗിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ 4 പേർ ഒരു തളർവാദ രോഗിയെ എടുത്തുകൊണ്ടുവന്നു. ജനക്കൂട്ടം നിമിത്തം അവൻ്റെ അടുത്തെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. അതിനാൽ അവൻ ഇരുന്ന സ്ഥലത്തിൻ്റെ മേൽക്കൂര പൊളിച്ച തളർവാദ രോഗി അവർ കിടക്കയോടെ താഴോട്ടിറക്കി. അവിടെ വിശ്വാസം കണ്ട് യേശു തളർവാദ രോഗിയോട് പറഞ്ഞു, മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. നിയമജ്ഞരിൽ ചിലർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവർ ചിന്തിച്ചു, എന്തുകൊണ്ടാണ് ഇവൻ ഇപ്രകാരം സംസാരിക്കുന്നത്? ഇവൻ ദൈവദൂഷണം പറയുന്നു. ദൈവത്തിനല്ലാതെ മറ്റാർക്കാണ് പാപം ക്ഷമിക്കാൻ സാധിക്കുക? അവർ ഇപ്രകാരം വിചാരിക്കുന്നത് മനസ്സിലാക്കി യേശു അവരോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നത്? ഏതാണ് എളുപ്പം? തളർവാദ രോഗിയോട് നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ, എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് നടക്കുക എന്ന് പറയുന്നതോ? എന്നാൽ ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ തളർവാദ രോഗിയോട് പറഞ്ഞു, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക. തൽക്ഷണം അവൻ എഴുന്നേറ്റ് കിടക്കയും എടുത്ത് എല്ലാവരും കാണുക പുറത്തേക്ക് പോയി. എല്ലാവരും വിസ്മയിച്ചു. ഇതുപോലൊന്ന് ഞങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. നമുക്കിരിക്കാം. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷത്തിൽ വലിയൊരു അത്ഭുതമാണ് സംഭവിച്ചിരിക്കുന്നത്. ഇതുപോലെ നിങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. എല്ലാവരും വിസ്മയിച്ചു. അങ്ങനെ എല്ലാവർക്കും ഒരു സന്തോഷകരമാകത്തക്ക വിധത്തിലുള്ള ഒരു സംഭവമാണ് നടന്നത്. ഇതിൽ ആരാണ് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തത്? അവൻ വീട്ടിലുണ്ട് എന്ന വാർത്ത പ്രചരിപ്പിച്ചവരോ? ഓടി നടന്ന് പറഞ്ഞു, അവൻ ആ ഒരു വീട്ടിലുണ്ട്, ഒരു വീട്ടിലുണ്ട്, അവൻ ആ വീട്ടിലുണ്ട്, അവൻ ആ വീട്ടിലുണ്ട്, അവൻ ആ വീട്ടിൽ, ഇങ്ങനെ പ്രചരിപ്പിച്ചവർ അവരാണോ? ഇനി അത് കേട്ടിട്ട് അനേകം ആളുകൾ, അനവധി ആളുകൾ, നിരവധി ആളുകൾ അവിടെ കൂടി. അവിടെ കൂടി ചേർന്ന് വന്നവർ കുറേ പേര് വന്നിട്ടുണ്ടാവില്ല. അവർ ചിലപ്പോൾ അവരുടെ കാര്യങ്ങൾക്ക് പോയി കാണാം. എന്നാൽ നിരവധി ആളുകൾ അവിടെ തിങ്ങിക്കൂടി. അവരാണോ കോൺട്രിബ്യൂട്ട് ചെയ്തത്? ഇനിയും ജനക്കൂട്ട നിമിത്തം അവൻ്റെ അടുത്തെത്താൻ ആ 4 പേർ അവർക്ക് കഴിഞ്ഞില്ല, തളർവാദ രോഗി. അപ്പോൾ 4 പേർ തളർവാദ രോഗിയെ കൊണ്ടുവന്നു. അവരാണോ കോൺട്രിബ്യൂട്ട് ചെയ്തത്?
ഇനി മേൽക്കൂര പൊളിച്ചവർ, അവർ മേൽക്കൂര പൊളിച്ചു. ആരാ മേൽക്കൂര പൊളിച്ചത്? ഈ 4 പേരാണോ? അവരുടെ വിശ്വാസം കണ്ട യേശു തളർവാദ രോഗിയോട് പറഞ്ഞു. ആരുടെ വിശ്വാസം? 4 പേരുടെ വിശ്വാസമാണോ? ഇനി ചിലർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. നിയമജ്ഞർ ചിലർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവർ ചിന്തിച്ച്, എന്തുകൊണ്ടാണ് ഇവനിങ്ങനെ ഇപ്രകാരം സംസാരിക്കുന്നത്? ദൈവദൂഷണം പറയുന്നു. അങ്ങനെയുള്ളൊരു സംസാരം. ഇനി അത് കഴിഞ്ഞിട്ടും എല്ലാവരും കാണുകെ അവൻ കിടക്കയുമെടുത്ത് പുറത്തേക്ക് പോയി. അപ്പോൾ എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്തോ? എല്ലാവരും വിസ്മയിച്ചു. അങ്ങനൊരു വചനമുണ്ട്, എല്ലാവരും വിസ്മയിച്ചു. ഇനി ഞങ്ങൾ ഒരിക്കലും ഇതുപോലൊന്നും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തിയവർ, അവരാണോ കോൺട്രിബ്യൂട്ട് ചെയ്തത് അത്ഭുതം നടക്കാൻ? പെട്ടെന്ന് നമുക്ക് തോന്നുന്നത് 4 പേരാണ്. 4 പേർ. ആ 4 പേരുടെ കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ്. അതുകൊണ്ട് മേൽക്കൂര പൊളിച്ചതും അവരുടെ വിശ്വാസം കണ്ട് എന്ന് പറയുന്നത് ആ 4 പേരുടെ വിശ്വാസമാണെന്ന് പറയാൻ, ചിന്തിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കും. കാരണം അവരുടെ കോൺട്രിബ്യൂഷൻ വളരെ വലുതായതുകൊണ്ട് ബാക്കിയുള്ള ക്രെഡിറ്റുകളെല്ലാം അവർക്ക് കൊടുക്കാൻ നമുക്ക് തോന്നും. അതാണ്. ഇങ്ങനെ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ തന്നെ 10-ാം അധ്യായത്തിൽ ബർത്തമേസ് എന്ന അന്ധയാചകനെ സുഖപ്പെടുത്തുന്ന ഭാഗത്ത് അതിൽ അവൻ ഉറക്കെ വിളിക്കും, ദാവീദിന്റെ പുത്ര യേശുവേ. അവനിങ്ങനെ അറിഞ്ഞു, കാണാത്തവൻ എങ്ങനെയോ അറിഞ്ഞു ഈശോ ആ വഴി പോകുന്നുണ്ടെന്ന്. എങ്ങനെ അറിഞ്ഞു? കണ്ടിട്ടല്ലല്ലോ. അപ്പോൾ അവൻ അറിഞ്ഞു. അപ്പോൾ അവൻ്റെ സൗഖ്യത്തിന്, അവൻ്റെ കാഴ്ചയ്ക്ക് അവൻ്റെ കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ്. അവൻ അറിഞ്ഞു, എന്നിട്ട് അവൻ ഉറക്കെ വിളിച്ചു. അപ്പോൾ പലരും അവനെ ശകാരിച്ചു. മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞ് അവനെ ശകാരിച്ചു. പക്ഷെ യേശു നിന്നിട്ട് അവരോട് പറഞ്ഞു. ആരോടാണെന്നറിയില്ല, അത് ആരാണെന്ന് പറയുന്നില്ല, എത്ര പേരാണെന്നും പറയുന്നില്ല. അവനെ വിളിക്കുക. അതായത് ഈ അന്ധൻ ഉറക്കെ വിളിച്ചു പറയുകയാണല്ലോ. അപ്പോൾ കുറച്ച് പേരോട് പറഞ്ഞു അവനെ വിളിക്കുക. അവർ അന്ധനെ വിളിച്ച് അവനോട് പറഞ്ഞു, ധൈര്യമായിരിക്കൂ, എഴുന്നേൽക്കുക, യേശു നിന്നെ വിളിക്കുന്നു. ഈ വാക്ക് പറഞ്ഞതാരാ? അപ്പം അത് കേട്ടപ്പോൾ അവൻ കുതിച്ചു ചാടി യേശുവിൻ്റെ അടുക്കലെത്തി. എന്ത് വേണമെന്ന് ചോദിച്ചു. കാഴ്ച കിട്ടണമെന്ന്. കാഴ്ച കിട്ടി. അപ്പോൾ ഈ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവർ ഇനി യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ അപ്പം വർദ്ധിപ്പിക്കുന്ന സ്ഥലത്ത് ഫിലിപ്പോസ് പറയും, ഇത്രയും പേർക്ക് 200 ധനാറ കൊണ്ട് എന്ത് തികയാനാണ് എന്ന് ചോദിക്കും. ഈശോ അവരെ പരീക്ഷിക്കാൻ വേണ്ടി ചോദിച്ചതാണ്. അപ്പോൾ അന്ത്രയോസ് പറയുന്നത് 5 അപ്പവും 2 മീനും ഉള്ളൊരു കുട്ടി ഇവിടെ ഉണ്ട്. അപ്പം അന്ത്രയോസിൻ്റെ കോൺട്രിബ്യൂഷൻ. ഇനി ആ കുട്ടിയെ ആരും ഓർക്കുന്നില്ല. കുട്ടിയുടെ കോൺട്രിബ്യൂഷൻ അല്ലേ വളരെ വലുത്. കുട്ടി അപ്പം കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ എന്തിട്ട് വർദ്ധിപ്പിക്കും. അപ്പം കുട്ടി, ഈ അനുഗ്രഹം വരാൻ കാരണമായവർ, കോൺട്രിബ്യൂട്ട് ചെയ്തവർ, അവർ ക്രെഡിറ്റ് എടുക്കുകയില്ല. ഇപ്പോൾ കാനായിലെ കല്യാണ നാളിൽ ഈ 4 പേരെക്കുറിച്ച് വചനം പറയുന്ന വാക്യം മർക്കോസ് 2:3 മർക്കോസ് 2-ാം അധ്യായം 3-ാം വാക്യമാണ്. 4 പേർ അവർ കിടക്കയോടുകൂടി അവരെ കൊണ്ടുവന്നു, തളർവാദ രോഗിയെ കൊണ്ടുവന്നു. അതുപോലെ തന്നെ യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 3-ാം വാക്യമാണ്, അവിടെ വീഞ്ഞ് തീർന്നപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. അപ്പം ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, മർക്കോസിൻ്റെ 2-ാം അധ്യായം 3-ാം വാക്യം, യോഹന്നാൻ്റെ 2-ാം അധ്യായം 3-ാം വാക്യം, ആ മറിയത്തിൻ്റെ കോൺട്രിബ്യൂഷൻ കാനായിലെ കല്യാണ നാളിൽ വളരെ വലുതാണ്. എലിസബത്തിൻ്റെ അടുക്കൽ മറിയം ചെല്ലുന്നത് അഭിവാദനം ചെയ്യുമ്പോഴും അവിടെ എലിസബത്തിന് ഉദരത്തിൽ ശിശു കുതിച്ച് ചാടാൻ വേണ്ടിയിട്ടാണ്. ഈ സ്നാപ യോഹന്നാന് ഉദരത്തിൽ വെച്ച് ചാടിക്കാൻ വേണ്ടിയിട്ടാണ് മറിയം പോയത്. അപ്പോൾ എലിസബത്തിന് ഭയങ്കര സന്തോഷം. എലിസബത്ത് ഇങ്ങനെ, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, ഉദരഫലം അനുഗ്രഹീതം, കർത്താവ് ചെയ്ത കാര്യങ്ങൾ വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്ന് പറയുമ്പോൾ മറിയം ഉടനെ പറയുന്നത്, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്നാണ്. അതായത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവർ ക്രെഡിറ്റ് എടുക്കുന്നുമില്ല. എടുക്കുന്നേയില്ല. ധ്യാനിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഇനി നമ്മൾ എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്?
ഇതിൽ ഞാനിങ്ങനെ മത്തായി 2:3 ഞാൻ നോക്കി. മത്തായി 2:3, മർക്കോസ് 2:3 4 പേർ, യോഹന്നാൻ 2:3 മറിയത്തിൻ്റെ സാന്നിധ്യം, അവർക്ക് വീഞ്ഞില്ലെന്ന് പറഞ്ഞത്. പക്ഷെ മത്തായി 2:3 നോക്കിയപ്പോഴും പൂജരാജാക്കന്മാർ കൊട്ടാരത്തിൽ ചെന്നപ്പോൾ ഒരു ശിശു ജനിച്ചിരിക്കുന്നു എന്ന വാർത്ത അറിഞ്ഞപ്പോൾ ഹെറോദസ് അസ്വസ്ഥനായി. അതായത് ഉള്ളിൽ ഒരു പിശാച് കയറി. അപ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മുടെ വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുകയാണെന്ന് കരുതുക. ഒരു ഫംഗ്ഷൻ, എല്ലാവരും വലിയ സന്തോഷത്തിലായിരിക്കും. പക്ഷേ ചിലപ്പോൾ ഒരാൾ, അത് പല കുടുംബങ്ങളിലും അനുഭവം ഉണ്ടാവും, ഒരാൾ ചിലപ്പോൾ പ്രശ്നം ഉണ്ടാക്കും. ചിലപ്പോൾ മദ്യപിച്ചിട്ടായിരിക്കാം. ആ ഒരാൾ മതി അതാ സന്തോഷ സങ്കടമായി മാറാൻ. പല സ്ഥലങ്ങളിലും അങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പോൾ എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവർ? ഒരു സന്തോഷത്തിന്, ഒരു അനുഗ്രഹത്തിന്, ഒരു അത്ഭുതത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവർ. ഇനിയും നമ്മൾ ചിലപ്പോൾ മദ്യപിച്ചിട്ടായിരിക്കാം അയാൾ ഒച്ചപ്പാടുണ്ടാക്കുന്നത്, അവിടെ ബഹളം വെക്കുന്നത്, എന്നോട് പറഞ്ഞില്ല, എല്ലാവരോടും പറഞ്ഞു, ഇങ്ങനെയൊക്കെയുള്ള വർത്തമാനങ്ങൾ. രാജാവ് അസ്വസ്ഥനായതുപോലെ ഒരു സന്തോഷം ഉള്ള സംഭവം കെടുത്താൻ വേണ്ടിയിട്ടുള്ള രീതികൾ. ഇവിടെ 4 പേരുടെ കോൺട്രിബ്യൂഷൻ എല്ലാവരും വിസ്മയിക്കത്തക്ക വിധത്തിൽ ഒരു അത്ഭുതത്തിന് കാരണമായി. അപ്പോൾ ഒരു നിരന്തരം മദ്യപിക്കുന്ന അയാൾ വെറുതെ ഒന്ന് ചിന്തിച്ചേ, അയാൾക്ക് കണ്ണ് കാണാൻ പറ്റുന്നുണ്ട്, ചെവി കേൾക്കാൻ പറ്റുന്നുണ്ട്, അയാളുടെ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ അതൊക്കെ ഡൈജഷനൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ട്, ശരീരത്തിലെ എല്ലാം നന്നായി നടക്കുന്നുണ്ട്. പക്ഷെ ഒരെണ്ണം മാത്രം നമ്മൾ അവതാളത്തിലാക്കി. വെറുതെ ചിന്തിച്ചേ, ഒരു കൂട്ടായ്മയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടോ? ഒരു വിശ്വാസ സമൂഹത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടോ? ശരീരത്തിൽ നീ എന്താ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? മദ്യമാണോ നീ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? നിന്റെ ശരീരം എല്ലാം ഭംഗിയായിട്ട് പ്രവർത്തിക്കുമ്പോൾ, എല്ലാം ഭംഗിയായിട്ട് നടക്കുമ്പോൾ നീ എന്താ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? ഇനി ഈ തീർത്ഥാടന കേന്ദ്രം, നല്ല അത്ഭുതം, പഴയ ചരിത്രങ്ങൾ, അത്ഭുതങ്ങൾ നടന്ന ചരിത്രങ്ങൾ, ആളുകളുടെ മുട്ടിന് നിരങ്ങി പ്രാർത്ഥിക്കുന്നു, നല്ല വിശ്വാസത്തോടെ കരഞ്ഞു പ്രാർത്ഥിക്കുന്നവർ, കുർബാനയിൽ കരയുന്നവർ. ഇവിടെ വന്നിട്ട് നമ്മൾ എന്താ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? ഈ ദേവാലയത്തിൽ വന്നിരുന്ന് ഞാൻ എന്താ കോൺട്രിബ്യൂട്ട് ചെയ്തത്? എൻ്റെ സംസാരമാണോ ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തത്? ഞാൻ അവിടെ ഇവിടെയൊക്കെ നോക്കിയിരുന്നതാണോ എൻ്റെ കോൺട്രിബ്യൂഷൻ? ഈ ബലിയർപ്പണത്തിൽ ഞാൻ എന്താ കോൺട്രിബ്യൂട്ട് ചെയ്തത്? നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. ഈ ഒരു യൂണിക്കോൺ ബൈക്ക്, അതിനെക്കുറിച്ച് എനിക്ക് അറിയാം, ഞാനത് ഉപയോഗിച്ചിരുന്നൊരു ബൈക്കാണ്. ആ ബൈക്കിന് കുറേ വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് ചെയിൻ പെട്ടെന്ന് ഇതായിപ്പോവും. അതായിരുന്നു അതിൻ്റെ കുഴപ്പം. ആ വണ്ടിയുടെ ഒരു കുഴപ്പം, ചെയിൻ പെട്ടെന്ന് ലൂസായിപ്പോവും. അടുപ്പിച്ച് പോയി ചെയിൻ ടൈറ്റ് ചെയ്യിക്കണം. ആ കുഴപ്പം ആ കമ്പനിക്കാരെ, ഹോണ്ടയാണല്ലോ, ഹോണ്ട, അവരത് ശരിയാക്കി. ഇപ്പം കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഇപ്പോഴത്തെ യൂണിക്കോൺ വണ്ടിക്ക് കുഴപ്പമില്ല. കോൺട്രിബ്യൂട്ട് ചെയ്യാനൊന്നുമില്ലെന്നറിഞ്ഞാൽ എന്താ പിന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത്? നമുക്കതൊക്കെ ഒന്ന് കോൺട്രിബ്യൂട്ട് ചെയ്തുകൂടെ? ഒരു അത്ഭുതത്തിന് കാരണം ഞാനാകാൻ ദൈവം എന്നെ ഇടവരുത്തണമേ. ഒരു അനുഗ്രഹത്തിന് കാരണമാകാൻ ഞാൻ ഇടവരുത്തണമേ. കുടുംബത്തിൽ എന്താ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? മദ്യപിച്ച കുടുംബത്തിൽ ബഹളം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? ആരാ സ്കോർ ചെയ്യുന്നത്? ഇന്നത്തെ അത്ഭുതത്തിൽ ആരാ സ്കോർ ചെയ്തത്? എല്ലാ കാര്യങ്ങളും അടുപ്പിച്ച് വെക്കുന്നവരാണോ? വീട്ടിൽ ആരെങ്കിലും അടങ്ങി ഒതുങ്ങിയിരുന്ന് പ്രാർത്ഥിക്കുന്നവരെ ചിലപ്പോൾ വിമർശിക്കും നമ്മൾ. ഒരു പണിയില്ല, വെറുതെ ഇങ്ങനെ ഇരിപ്പാണ് എന്ന് പറയും. പക്ഷെ അവരുടെ കോൺട്രിബ്യൂഷൻ വളരെ വലുതായിരിക്കും. ചിലപ്പോൾ ദേവാലയങ്ങൾ നിരന്തരം സന്ദർശിക്കുന്നവരും ഒരു പണിയില്ല, വെറുതെ പള്ളിപ്പോക്കാണ് എന്ന് പറഞ്ഞ് ചിലപ്പോൾ നമ്മൾ വിമർശിക്കും. പക്ഷെ പള്ളി പോകുന്നവർ അവരെന്തുമാത്രമാണ് ആ ദേവാലയത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? ദേവാലയത്തിൻ്റെ ബലിയർപ്പണത്തിന് കുറേ മക്കളുടെ പ്രാർത്ഥനകൾ ദേവാലയത്തെ ഇങ്ങനെ താങ്ങി നിർത്തുന്നുണ്ടെങ്കിൽ അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ലേ? അപ്പോൾ ആരാണ് അസ്വസ്ഥതരാകുന്നത്? ആരാണ് അസ്വസ്ഥതപ്പെടുത്തുന്നത്? ആരാണ് കോൺട്രിബ്യൂട്ട് ചെയ്യാത്തത്? നമ്മളിതൊന്ന് ചിന്തിക്കാം. നമ്മുടെ ഓരോ ദിവസവും ഞാൻ എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? എൻ്റെ ജീവിതത്തോട്, എൻ്റെ ജീവനോട്, എൻ്റെ കുടുംബത്തോട്, എൻ്റെ ഈ തീർത്ഥാടന കേന്ദ്രത്തോട്, എൻ്റെ വിശ്വാസത്തോട്, ഈ പരിശുദ്ധ ബലിയർപ്പണത്തോട് ഞാൻ എന്താ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? ആളെണ്ണം കൂടുമ്പോൾ അഭിഷേകം വർദ്ധിക്കുമെങ്കിൽ കുർബാന സ്വീകരിക്കുന്നവർ, ജ്ഞാനികളുടെ എണ്ണം വർദ്ധിക്കുന്നതാണ് ലോകത്തിൻ്റെ രക്ഷയെങ്കിൽ, കുർബാന സ്വീകരിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതാണ്
ഒരു ഇടവകയുടെ അനുഗ്രഹമെങ്കിൽ, ഒരു കുടുംബത്തിൽ 6 പേരുണ്ടെങ്കിൽ 6 പേരും കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കുന്നതാണ് കുടുംബത്തിന് അനുഗ്രഹമെങ്കിൽ, ഞാനും കൂടി കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ചാൽ കുടുംബത്തിന് അനുഗ്രഹമാകും. ഞാൻ എന്താ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എൻ്റെ കുടുംബത്തിന്? വിശ്വാസി എന്ന നിലയിൽ നമുക്ക് ഈ ചിന്തകൾ നമുക്ക് സ്വീകരിക്കാം. നമുക്ക് ദൈവം പ്രവർത്തിക്കാൻ അനുഗ്രഹമാകട്ടെ. ദൈവത്തിൻ്റെ ഈ 4 പേരുടെ കോൺട്രിബ്യൂഷൻ വഴി എല്ലാവരും വിസ്മയിച്ചു. നമ്മുടെ ഒരു അസ്വസ്ഥത മൂലം കുറേ പേര് കരയാനിടയായിട്ടുണ്ടെങ്കിൽ, കുറേ പേര് സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് വിചിന്തനം ചെയ്യാം. ദൈവമേ, ഞങ്ങളെ അനുഗ്രഹത്തിന് കാരണമാക്കണമേ. ഞങ്ങൾ മൂലം സന്തോഷമുണ്ടാകാൻ, അത്ഭുതം നടക്കാൻ, ദൈവകൃപ കടന്നു വരാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ആമേൻ. ഉയർത്തുന്നു എങ്ങളുടെ ഉയരും കാസയിൽ അർച്ചനയായി ഉയർത്തുന്നു എങ്ങളുടെ അളിവോടെ നാദാ സ്വീകരിക്കൂ തിരുമുൻ കാഴ്ചയായി കൈക്കൊള്ളണേ. അളിവോടെ നാദാ സ്വീകരിക്കൂ തിരുമുൻ കാഴ്ചയായി കൈക്കൊള്ളണേ. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, വിശുദ്ധ അന്തോണിയുടെ സ്മരണയ്ക്കായി അങ്ങൾത്താരിൽ അർപ്പിക്കുന്ന ഞങ്ങളുടെ ശുശ്രൂഷയുടെ കാണിക്കകൾ അങ്ങേക്ക് സ്വീകാര്യമാക്കി തീർക്കണമേ. ഐഹിക പ്രതിബന്ധങ്ങളിൽ നിന്ന് വിമുക്തരായി ഞങ്ങളുടെ സർവസമ്പാദ്യവും അങ്ങ് മാത്രമായി തീരാൻ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങയും ആത്മാവോടും കൂടി. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. ഏറ്റവും പരിശുദ്ധനായ പിതാവേ, അങ്ങേ പ്രിയപുത്രനായ യേശു ക്രിസ്തുവിലൂടെ എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പരിശുദ്ധാത്മാവാൽ മനുഷ്യാവതാരം ചെയ്യുകയും കന്യകയിൽ നിന്ന് ജാതനാവുകയും ഞങ്ങൾക്ക് രക്ഷകനും ഉദ്ധാരകനുമായി അങ്ങ് അയക്കുകയും ചെയ്ത അങ്ങ് വചനം വഴി അങ്ങ് സമസ്തവും സൃഷ്ടിച്ചു. അങ്ങ് തിരുവുള്ളം നിറവേറ്റിക്കൊണ്ടും പരിശുദ്ധമായ ഒരു ജനത്തെങ്ങേക്ക് നേടിത്തന്നുകൊണ്ടും പീഡാസഹനവേളയിൽ കൈകൾ വിരിച്ച് അവിടുന്ന് മരണം ഉന്മൂലനം ചെയ്യുകയും ഉത്ഥാനം വെളിപ്പെടുത്തുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാ നിറഞ്ഞുമതയും വിണ്ടലഹോ. ഓസാന ഓസാന
ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റം ധന്യരുമാ ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായ പരിശുദ്ധൻ ആകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്നു കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ
മരണത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണ ഉയർപ്പ് ഓർത്തുകൊണ്ട് അങ്ങ് തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സഹായരാജ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പരിപൂർണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും അക്കന്യകയുടെ വിരക്ത ഭർത്താവായ ഭാഗ്യപ്പെട്ട വിശുദ്ധ യൗസപിതാവിനോടും അനുഗ്രഹീതര അപ്പോസ്തലന്മാരോടും മഹിമയേറിയ രക്തസാക്ഷികളോടും ഇന്നത്തെ തിരുനാളിന് കാരണഭൂതനായ വിശുദ്ധ അന്തോനീസിനോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യഗുണ്യാണി എങ്ങളിൽ കനിനമേ.
ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദേവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദേവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. നമ്മുടെ ജോസഫ് ഡിക്രൂസ് അച്ഛൻ, മലയാളം സെക്ഷൻ ഇൻചാർജ് ജോസഫ് അച്ഛനാണല്ലോ. അച്ഛൻ്റെ സഹോദരി ഇന്നലെ മരണപ്പെട്ടു പോയി. ഇന്നാണ് ഫ്യൂണറൽ. സഹോദരിക്ക് വേണ്ടിയിട്ട് നമുക്ക് ആത്മശാന്തിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. പരിശുദ്ധ കുർബാന സ്വീകരണ കർമ്മമാണിപ്പോൾ. കുമ്പസാരിച്ചൊരുങ്ങിയ കത്തോലിക്ക വിശ്വാസികൾ മാത്രമാണ് പരിശുദ്ധ കുർബാന സ്വീകരിക്കേണ്ടത്. ആദ്യവസാനം ബലിയിൽ പങ്കെടുത്തവരും അങ്ങനെയും ശ്രദ്ധിക്കുക. പരിശുദ്ധ കുർബാന നാവുകളിലാണ് സ്വീകരിക്കേണ്ടത്. മറ്റു മതസ്ഥരോ മറ്റു വിഭാഗങ്ങളിലോ ഉള്ളവർ ദയവ് ചെയ്ത് ഇപ്പോൾ പരിശുദ്ധ കുർബാന സ്വീകരിക്കരുത്. അവർ സ്വസ്ഥാനങ്ങളിൽ പ്രാർത്ഥനയിലായിരിക്കുക. നിങ്ങളുടെ വസ്തുക്കൾ നിങ്ങൾ തന്നെ സൂക്ഷിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അന്ധകാര ശക്തികളുടെ മേൽ വ്യക്തമായ വിജയം വരിക്കാൻ വേണ്ട അനുഗ്രഹം വിശുദ്ധ അന്തോണിക്ക് അങ്ങ് നൽകിയല്ലോ. അങ്ങേ രക്ഷാകരമായ കൂദാശകളെ സമ്പുഷ്ടരായ ഞങ്ങളെ ശത്രുക്കളെല്ലാ കെണികളും കീഴടക്കുവാൻ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലിയിൽ പങ്കെടുത്ത എല്ലാവരെയും അങ്ങനെ ഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലന്റെ പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ ഉടന്തനായ ബാലൻ നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധാരോഗ്യ മാതാവിൻ്റെ ആശീർവാദം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ
നമ്മെ ഏവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഏവരെയും, നിങ്ങളുടെ കുടുംബങ്ങളെയും, നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി.